ലോൺ പല രൂപത്തിലുണ്ട്. അതിനെന്ത് പേരിട്ടാലും പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് ഹറാമായ കാര്യം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹറാമും ഹലാലും കൂട്ടിക്കലരുന്ന ഒരു കാലം വരാനുണ്ട്. ഈ സമ്പാദിക്കുന്നത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് ഗൗനിക്കാതെ മനുഷ്യര് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരു കാലം, ആ കാലം വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ ആ വിഷയത്തിൽ വളരെ പിന്നോട്ട് പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചെടുക്കുക എന്നൊരു വിശ്വാസിയുടെ അടയാളമല്ല. അവരെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ്? ഇന്നഹു ലാ യുഖ്ബലു മൻ ആകില റിബ സദഖത്തുൻ വലാ ജിഹാദുൻ വലാ ഹജ്ജുൻ വലാ സിലത്തുൻ. മറ്റൊരു ഹദീസിൽ കാണാം ഇതിന്റെ താല്പര്യവും മറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ താല്പര്യവും പലിശയുമായി ബന്ധപ്പെട്ട് ഒരു രൂപ സമ്പാദിക്കുന്ന ഒരുത്തൻ അവനിൽ നിന്ന് സുന്നത്തോ ഫർളോ ആയ ഒന്നും സ്വീകരിക്കൂല. വലാ ജിഹാദുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് പോയാൽ അതുപോലും സ്വീകരിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് പലിശയുടെ രൂപത്തിൽ സമ്പാദിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുക, ആ രൂപത്തിലുള്ള സമ്പാദനം നടത്തുന്നവർ എത്ര വലിയ നിസ്കാരക്കാരനായിക്കോട്ടെ, നാട്ടിലെ എത്ര വലിയ ഹാജി ആയിക്കോട്ടെ, എത്ര വലിയ വൈറ്റ് കോളർ ഇട്ട് നടക്കുന്നവനായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ സംഭൂചരാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലിശക്ക് പണം കൊടുത്തുകൊണ്ട് ജീവിക്കുക. പാവപ്പെട്ട ഒരാള് പണത്തിന് വേണ്ടി വരുന്ന സമയത്ത് കയ്യിലുണ്ടേ കൊടുത്തോളണം. അത് കൊടുക്കുന്ന സമയത്ത് പലിശക്ക് കൊടുക്കുക, പലിശക്ക് കൊടുത്തിട്ട് ആ വരുമാനം കൊണ്ട് ജീവിക്കുക. അതുപോലെ വ്യത്യസ്തങ്ങളായ ബാങ്കുകളിൽ വലിയ സംഖ്യ ഡിപ്പോസിറ്റ് ഇടുക, അതിൽ നിന്ന് മാസം മാസം വരുന്ന ഇൻട്രസ്റ്റ് പലിശ കൊണ്ട് ജീവിക്കുക. അതുകൊണ്ട് ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നടത്തുക. നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, പള്ളിയിലെ ഉസ്താദന്മാർക്ക് തിന്നാൻ കൊടുക്കുക, വീട്ടിൽ ഉപ്പൻ്റെ ഉമ്മൻ്റെ മൗലിദ് നടത്തുക. ഇതൊക്കെ ഏതിൽ നിന്നാ? പലിശയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ക്യാഷിൽ നിന്നാണ്. ഇത്തരം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്താൽ പോലും കാര്യമില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അത്ര ഗൗരവമുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ ലൈഫ് ഇൻഷുറൻസ് ഭദ്രാക്കാം എന്ന് പറഞ്ഞ വ്യത്യസ്തമായ പ്ലാനുകൾ. ലൈഫ് ഇൻഷുറൻസിന്റെ ഇസ്ലാമിക മാനം ഹറാമാണ്. ആ ഗവൺമെന്റ് നൽകുന്ന ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, നമ്മുടെ വ്യത്യസ്തമായ കാർഡുകളൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് നൽകുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് സൗജന്യമായി നമ്മുടെ ഒരു റേഷൻ സംവിധാനമൊക്കെ പോലെ തരുന്നതാണത്. അത് ഹലാലാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മാസാമാസം നമ്മളിങ്ങനെ പണം ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങുന്ന സമയത്ത് അവർ 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ്, നമ്മൾ മരിച്ചാൽ കുടുംബത്തിന് ഇത്രയുള്ള ഇൻഷുറൻസ്, ഏത് പേരിട്ട് കഴിഞ്ഞാലും അത് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഹറാമാണ്. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ലോൺ എടുത്തുകൊണ്ട് മൊബൈൽ ഫോൺ മേടിക്കുന്നു, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മേടിക്കുന്നു, വിദ്യാഭ്യാസ ലോൺ എടുത്ത് മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നു, പഠനത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ലോണിനെ ആശ്രയിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള സ്വർണം, നമ്മുടെ കയ്യിലുള്ള വീട്, വാഹനം, ഇതെല്ലാം പണയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ചിലവുകൾ തള്ളി നീക്കുന്നു. നമുക്കിത് വളരെ നിസ്സാരമാണ്. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ സർവ്വസാധാരണമായി പോയില്ലേ? ഇതില്ലാത്തത് ആർക്കാണ്? ഗൂഗിൾ പേ ഇല്ലാത്തത് ആർക്കാ? ഫോൺ പേ ഇല്ലാത്തത് ആർക്കാ? ഉസ്താദിന് പോലും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. എല്ലാ മനുഷ്യരും പലിശയുമായി ഹറാമുമായി ബന്ധപ്പെടുന്ന ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈന യദൈ സഅതു യൽഹറു റിബ വസ്സിന വൽ ഖംർ, ഖിയാമത്ത് നാൾ ആകുന്ന സമയത്ത് മദ്യം, അതുപോലെ തന്നെ പലിശ, അതുപോലെ വ്യഭിചാരം, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി തീരും. അങ്ങനെ സർവ്വസാധാരണമായി തീരുന്നത് കൊണ്ട് അത് നമുക്ക് അനുവദനീയമാകുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയഅതിയന്ന അലന്നാസി സമാനുൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ അകല റിബ. പലിശ ഭക്ഷിക്കാത്ത ഒരാളും ഇല്ലാത്തൊരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിലും പലിശയിൽ നിന്ന് മാറി എങ്ങനെ ജീവിക്കാം എന്നുള്ളിടത്താണ് വിശ്വാസിയുടെ വിജയം. ഒഴുക്കിനനുസരിച്ചുകൊണ്ട് നീന്തുന്നവനെ അല്ല വിശ്വാസി എന്ന് പറയുന്നത്, ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ്. നമുക്ക് പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് ലോണുകളെയും ബാങ്കുകളെയും ചിട്ടിക്കും മറ്റും പണം മേടിക്കുന്ന രീതി അത് നമുക്ക് അനുവദനീയമായ രീതിയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ധാരാളം പറയാനുണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ തീരുള്ളൂ, നിർബന്ധമായും പലിശയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രമുണ്ട്.
മഹാനവറുകൾ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിടത്തിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ പരിശുദ്ധമായ റമദാനിൽ ഒരു ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിൽ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഖബറിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു, ഒരു അശരീരി കേൾക്കുന്നു. ആ അശരീരി കേൾക്കുന്ന സമയത്ത് അല്പം കഴിഞ്ഞ് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, എല്ലാ സമയത്തും പള്ളിയിലേക്ക് വരും, എല്ലാ നല്ല കാര്യങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. പക്ഷേ അന്നഹു കാന യഅകുലു റിബ ഫഇന്നഹു കാന താജിറ, അദ്ദേഹം ഒരു വ്യവസായിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പലിശയെ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരിക്കുന്ന കാലം വരെയും അദ്ദേഹം ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ, ആ പലിശ, കാരണം ആ പലിശ ഒഴിവാക്കിയാൽ തൻ്റെ ലാഭം കുറയും, തൻ്റെ വരുമാനം കുറയും എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കിയില്ല. ആ മനുഷ്യൻ്റെ ഖബർ അദാബിലാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ആ ഖബറിൽ നിന്ന് അട്ടഹാസം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലിശയിൽ നിന്ന് മാറി നിൽക്കണം. അത് നമ്മൾ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും അതിന് ഒരു പ്രാധാന്യവുമില്ല. കാരണം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൻ്റെ 6000-ൽ പരം വരുന്ന വചനങ്ങളിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. സൂറത്തുൽ ബഖറയുടെ 278, 279 പരിശോധിച്ചാൽ അവിടെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടവരാണ്. അവരുടെ കാര്യം ആഖിറത്തിൽ വളരെ ക്ലേശമാണ്, ബുദ്ധിമുട്ടിലാണ്. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്ക് കടക്കാതിരിക്കുകയാണ്. എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഖിയാമത്ത് നാളിൽ പലിശയുമായി ബന്ധപ്പെട്ടവൻ വരുന്നവൻ, ഭ്രാന്തനായി വരുന്നു, അതുപോലെ തന്നെ രക്തത്തിൽ കുളിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നീട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. എങ്ങനായാലും ലോണിൽ നിന്ന് മാറി നിൽക്കണം, പലിശയുമായി ബന്ധപ്പെട്ട രീതിയിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. നിലവിൽ പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ ഉണ്ടെങ്കിൽ അത് നിർത്തണം. പരിശുദ്ധ ഖുർആൻ അതാ പറഞ്ഞത്, അങ്ങനത്തെ ഏർപ്പാടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തിവെക്കണം, എന്നിട്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം. എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് നമ്മൾ പലിശ തിന്നാൻ കൊടുക്കുന്നത്? പലിശ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ നമ്മൾ നിസ്കരിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതുകൊണ്ട് പലിശയിൽ നിന്ന് മാറി നിൽക്കുക. എന്ത് ന്യായീകരണം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് മുന്നിൽ ഒരു ന്യായീകരണം പറയാൻ നമ്മളാരും അധികാരസ്ഥരല്ല, നമുക്കതിന് അർഹതയില്ല. നമ്മൾ അള്ളാഹിൻ്റെ അടിമകളാണ്. അടിമയുടെ കടമ ഉടമ പറയുന്ന പോലെ ജീവിക്കലാണ്. ഉടമ പറഞ്ഞതാണ് പലിശയുമായി ബന്ധപ്പെടരുത്, ലോണുകളുമായി ബന്ധപ്പെടരുത് എന്ന് ഉടമയുടെ കൽപ്പനയാണ്. ആ ഉടമയേക്കാൾ വലിയ ഒരു കാര്യവും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നിർബന്ധമായും പലിശയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക.